ഹലോ ഗായ്സ്, എൻ്റെ പേര് സിനിറ്റ. സിനിറ്റാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് യു കെയിൽ ഒരു 2 മുതൽ 2.5 വയസ്സുള്ള കുട്ടികൾക്ക് നടത്തുന്ന ഒരു ഹെൽത്ത് റിവ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു ഹോം അപ്പോയിൻമെൻ്റ് ആണ്. അവർ നമ്മുടെ വീട്ടിലേക്ക് വരും, അതായത് NHS നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും. അവർ വന്നിട്ട് അതിന് മുന്നേ അവർ ലെറ്റർ അയക്കും. ഒരു 1 മന്ത് മുന്നേ തന്നെ അവർ ലെറ്റർ അയക്കും. ഇന്ന ദിവസം അവർ ഹോം വിസിറ്റ് ചെയ്യുന്നുണ്ട്, ടൈം, ഡേറ്റ്. അപ്പോൾ 1 മണിക്കൂറായിരിക്കും ഹോം വിസിറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയുക, അപ്പോയിൻമെൻറ്റ് മാറ്റുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ കുറച്ച് വേർഡ്സ് ലിസ്റ്റ്, പിന്നെ ഒരു ക്വസ്റ്റ്യനെയർ, അത് ASQ ക്വസ്റ്റ്യനെയർ എന്ന് പറയും. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് അവർ അയക്കുന്നത്. ASQ3 എന്നാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് ഒരു 2 to 2.5 ഇയേഴ്സിലുള്ള കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൂടെ തന്നെ ഒരു ഏലിയം വേർഡ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊരു 50 വേർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ എത്ര വേർഡ്സ് ഇവൾ പറയുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാനത് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 21 വേർഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ 18 എബോവ് ആണെങ്കിൽ ഓക്കെ ഫൈൻ എന്ന രീതിയിലാണ്. ആക്ച്വലി അവർ നോക്കുന്നത് കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, പിന്നെ ഫിസിക്കൽ എബിലിറ്റീസ്. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഏത് ലാംഗ്വേജിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും സംസാരിക്കാറുണ്ട്, പക്ഷേ അവൾ കൂടുതൽ ക്യാച്ച് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. അങ്ങനെ അവർ പറയുകയാണെ മലയാളം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്, മലയാളത്തിൽ സംസാരിക്കണം. കാരണം നാട്ടിൽ പോകുമ്പോഴത്തേക്കും കുട്ടി കൂടുതലും മലയാളത്തിലാണ് സംസാരിക്കേണ്ടത്, റിലേറ്റീവ്സിൻ്റെ അടുത്ത്, ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ അവർക്ക് മൾട്ടി ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കും. അപ്പോൾ ഈ ലാംഗ്വേജ് പിന്നെ പഠിക്കില്ല, മലയാളം. അപ്പോൾ നമ്മൾ ഇപ്പം അവളെ മലയാളം നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും പറയും ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, ഇവിടുത്തെ അവർ പറയുന്നത് മലയാളം പഠിപ്പിച്ചു കൊടുക്കുക, ഇംഗ്ലീഷ് പിന്നെ പഠിച്ച് അവരെടുത്തോളും എന്ന രീതിയിലാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റും കുട്ടി എന്തുമാത്രം സ്കിൽ ലേൺ ചെയ്ത് കഴിഞ്ഞു. പ്രോപ്പറായിട്ട് അവർ ഇങ്ങനെ നോക്കും, ലൈക്ക് വന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ എന്തൊക്കെ സംസാരിക്കുന്നു, ചാടുന്നുണ്ടോ, ഓടുന്നുണ്ടോ, അങ്ങനെ ബേസിക് അവളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അതായത് പെന്ന് വെച്ചിട്ട് സ്ക്രിബിൾ ചെയ്യുന്നുണ്ടോ, ഡ്രോ ചെയ്യുന്നുണ്ടോ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്കൂൾ ഡ്രോപ്സ് ഒക്കെ, അതായത് ഇപ്പം ഇവിടുത്തെ ഒരു 10th ലെവലൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് അവർ അക്സസ് ചെയ്യുമ്പോഴത്തേക്കും അത് തടയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ കോൺഫിഡൻ്റ് ആവുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾ ജോബ്ലെസ് ആവുന്നില്ല. നല്ല കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് അവരിത് കാണുന്നത്, വിച്ച് ഈസ് ഗുഡ്. ആൻഡ് ഇനി അവൾക്ക് സ്കൂൾ ഏജിലാണ്, നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.